ഹായ് വെൽക്കം ടു ശ്രീ ഗ്രേസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ നല്ലൊരു അടിപൊളി അൽഫാം ചിക്കൻ ഉണ്ടാക്കാമെന്നാണ്. അതിനുള്ള മസാലകളാണിത്. ഇത് കൂടാതെ ചുവന്നുള്ളി, പുതിനയില, ഒരു സവാളയുടെ കാൽഭാഗം, കറിവേപ്പില, ഇഞ്ചി, മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മോരും 1 ടേബിൾ സ്പൂൺ ഓയിലുമാണ്. ഇനി നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അരക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മോരും ഓയിലും ഇതിൽ ആഡ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകളെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്തിരിക്കുന്ന മസാലകൾ പെരുംജീരകം, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഇവിടെ നോർമൽ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ കിട്ടുന്നതാണ്. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയുമാണ് ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു കൺസിസ്റ്റൻസി, ഒരു ലിക്വിഡ് ഫോം ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മസാല ശരിക്കും ഒരു ഫുൾ അൽഫാമിനുള്ള മസാലകളാണ്, അതിനുള്ള അളവിലാണ് ഈ എടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മളിവിടെ 2 പീസ് ചിക്കനാട്ടോ എടുക്കുന്നത്. ഈ ചിക്കനിൽ നന്നായിട്ട് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേകാനും മസാല നന്നായിട്ട് പിടിക്കാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യണത്. മസാല നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ മസാല കട്ടിക്കാൻ എടുക്കണമെങ്കിലോ വരഞ്ഞ ഭാഗത്തെ മസാലയ്ക്കൊക്കെ ഒരു പച്ചച്ചുവ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലേ, അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ 2 പീസിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ തേച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ അൽഫാം കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എയർ ഫ്രയറിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമ്മളൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനാണ് വെക്കേണ്ടത്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാസ്ക്കറ്റിൽ ഈ ചിക്കൻ നമ്മൾ വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. അതായത് ഇത് വേകാനുള്ള ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് ഞാനിവിടെ ഒരു 160 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത്. കാരണം 200 ഡിഗ്രിയിലൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് മൊരിഞ്ഞു വരും. പക്ഷെ നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഉൾഭാഗം നന്നായിട്ട് വേകാനും അങ്ങനെ വേകാതെ വരുമ്പോൾ നമുക്ക് ഫുഡ് പോയ്സണൊക്കെ ഉള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 40 മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിലും ഒരു 20 മിനിറ്റ് ആകുമ്പോൾ നമ്മളത് വീണ്ടും എടുത്തിട്ട് ഒന്ന് തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് വെച്ചും കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ അതായത് ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ കിട്ടുക. നല്ല മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു, ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റും ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളിവിടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മയണൈസ് വെച്ചിട്ടാണ് ഇത് കഴിച്ചത്. അപ്പോൾ ഈ ഒരു 2 പീസാണ് നമ്മൾ ആ മസാലയൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്